എന്തല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ സഹോദരൻ എഴുതിയത് എല്ലാവരും ഒന്ന് വായിക്കണം ആദ്യം. ഞാൻ ഗൾഫിൽ വന്നത് 1992 മാർച്ച് 21 ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ടെലിവിഷൻ ഇല്ല, വാടകയ്ക്ക് എടുക്കണം കേട്ടാ. വാടകയ്ക്ക് എടുത്തിട്ട് വാങ്ങിയിട്ടാണ് മാപ്പിളപ്പാട്ടും സിനിമയൊക്കെ കാണാറുള്ളത്. അതും ഒരു കാലം ബ്രോ. സംഭവം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പഴയ കാലത്ത് നമ്മളെ നാട്ടിലും അതേപോലെ തന്നെയാണ്, ഇവിടെയും അതേപോലെ തന്നെയാണ് അല്ലേ. എന്തെങ്കിലും ഒന്ന് കാണണമെങ്കിൽ നമ്മൾ CD അല്ല കാസറ്റ് വാടക കൊണ്ടുവരും, എന്നിട്ട് അത് കാണും, എന്നിട്ട് കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് കണ്ടമാനം ഉണ്ടാവും, ഒരു കെട്ട് കണക്കിനുണ്ടാവും. അതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അതിലേറെ എന്താണെന്നറിയാം, ഇന്നത്തെ ചിലപ്പോൾ ആർക്കും അത് പറഞ്ഞാൽ, ഇന്നത്തെ പ്രവാസികൾക്ക് പറഞ്ഞാൽ അറിയില്ല. ഓരോരാളും നാട്ടിൽ ലീവിന് പോകുമ്പോൾ നമ്മൾ കൊടുത്തു വിടുന്നത് എന്താണെന്നറിയാം, ലെറ്ററാണ്, കത്ത്. അന്ന് നാട്ടിൽ നിന്നൊക്കെ ഒരു ലെറ്റർ വന്നാൽ പണി കഴിഞ്ഞാടൊന്ന് വായിച്ചിട്ട് തലേണേൻ്റെ അടിയിൽ വെക്കും. പിന്നെയും പിറ്റേന്നും വന്ന് വായിക്കും. ചിലപ്പോൾ ഒരു ലെറ്റർ, അടുത്ത ലെറ്റർ വരുന്നത് വരെ അത് വായിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അത് മാത്രമല്ല, അതിന് മറുപടിയോ ഒറ്റ ദിവസം കൊണ്ട് എഴുതോ ഇല്ല, കുറച്ചായിട്ട് എഴുതും. അതിന് കാത്തിരിക്കും ലെറ്റർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിൽ. നാട്ടിൽ നിന്ന് ലീവിന് പോകുന്നവരുടെ കയ്യിൽ ലെറ്റർ പേടും, കവറൊക്കെ കൊടുത്തു വിടും. ഫോട്ടോ കാണണമെങ്കിൽ പറയും, ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റുഡിയോ ഒന്ന് കൊടുത്തു വിടുമെന്ന് പറയും. എന്നിട്ടോ നാട്ടിൽ വരുന്ന ആളെ കയ്യിൽ കൊടുത്തു വിട്ട് എന്ന് പറയുമ്പോൾ അയാളെ കാണാനുള്ള അതിർത്തി അന്നത്തെ അല്ലേ. എന്താണ് ഇന്നത്തെ മക്കൾക്കൊന്നും അത് പറഞ്ഞാൽ അറിയില്ല കേട്ടാ. അതുപോലെ തന്നെ നാട്ടുകാരെങ്കിലും പ്രവാസ ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ നമ്പർ വാങ്ങി, ലാൻഡ് ഫോണായിരിക്കും, ആ നമ്പർ വാങ്ങി വെച്ച് അല്ലേ. അന്ന് ഞാനൊക്കെ വന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്യാൻ തന്നെ പോകണമെങ്കിൽ നമ്മളെ പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഫോൺ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ എത്ര മിനിറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിന് കൊടുക്കലാന്നിട്ടാ. അന്നൊക്കെ നാട്ടിലൊരു ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഏജൻസിൻ്റെ ആണ്, നമ്മൾ അയൽവാസി തന്നെയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് തുപ്പിയാൽ അപ്പുറം കേൾക്കുന്നതാണ്. അവർക്ക് മുമ്പ് ഫസ്റ്റിൽ ഈ ടെലിഫോണിൻ്റെ ലൈൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് എതിർത്തിന്, പോസ്റ്റ് കുത്താൻ അനുമതി തരൂല എന്നൊക്കെ പറയണം. പക്ഷെ അത് കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് ആർക്കും നടന്നില്ല. പക്ഷെ എതിർത്തവരൊക്കെ പിന്നീട് മക്കൾ ഗൾഫിലുണ്ടായി, പിന്നെ ഈ വീട്ടിലേക്കാണ് ഇട്ടാ ഫോൺ വരും. അപ്പോൾ എനിക്കെല്ലാം ഓർമ്മയുണ്ട്, എന്നോടൊക്കെ അവർ പറയും, മോനെ നീ മദർസിൽ പോവുകയാണെങ്കിൽ അവിടുന്ന് ഇന്നാക്ക് നാളെ ഇന്നേ വിളിച്ചു പറയും, നാളെ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ. ആ ഒരു കാലമൊക്കെ ഇന്നത്തെ ആർക്കും പറഞ്ഞാലോ. ഇന്ന് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് എന്താ നല്ല സുഖമല്ലേ, വാട്സപ്പ് ഗ്രൂപ്പ്, മറ്റുള്ള വീഡിയോ കോള്. ഇന്നത്തെ ലെറ്റർ എന്നൊന്നും പറഞ്ഞാൽ അവർ ചിലപ്പം പറയും അതൊക്കെ വെറുതെ പറയുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രവാസ ലോകത്തുണ്ടായ എത്ര പേരുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ.